മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു RGB വൈഫൈ സ്മാർട്ട് ട്യൂബ് ആണ്. ഇത് ഞാൻ ആമസോണിൽ ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. ഞാൻ കുറച്ചു കാലമായി ഈ ഒരു ട്യൂബ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വാങ്ങുന്ന പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് വീഡിയോസിൽ ഈ ലൈറ്റ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ്സ് എഫക്റ്റ് ഒക്കെ നമുക്ക് തരാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ 2-3 വീഡിയോസിലും ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. യൂട്യൂബേഴ്സ് വീഡിയോസിലൊക്കെ ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ നല്ല ഒരു എഫക്റ്റ് നമുക്ക് തീം ബേസ്ഡ് എഫക്റ്റ് നമുക്ക് തരാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ബോക്സിലാണ് പ്രൊഡക്റ്റ് എത്തിയത്. ഞാനിത് വാങ്ങുമ്പോൾ എനിക്ക് 1800 ആണ് ആയത്. ഈ ബോക്സ് കണ്ടിട്ട് അധികം എക്സ്പെക്ട് ഒന്നും ചെയ്യണ്ട. ഈ ബോക്സ് മാത്രമുള്ളതൊന്നുമില്ല. ഇത് സാധാരണ ഒരു LED സ്മാർട്ട് ട്യൂബിന്റെ ആ ഒരു ട്യൂബ് സൈസ് പെട്ടിയിൽ തന്നെയാണ് സാധനം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതാണ് നമ്മളെ LED ട്യൂബിന്റെ ബോക്സ് എന്ന് പറയുന്നത്. ഇത് വിപ്രോ ബ്രാൻഡാണ്. ഈ ഒരു ട്യൂബ് 20 വാട്ട്സിന്റെ ഒരു ട്യൂബാണ്. ഇത് 50% എനർജി സേവിംഗ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അത് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തപ്പോ എനിക്ക് ക്വിക്ക് സ്മാർട്ട് ഗൈഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മളെ ട്യൂബ് ഹാങ് ചെയ്ത് വെക്കാൻ ഒരു ക്ലാമ്പും കിട്ടിയിട്ടുണ്ട്. ഇത് സാധാരണ സ്റ്റീലിനാണ് ഉണ്ടാവാറ്, പക്ഷെ ഇത് പ്ലാസ്റ്റിക് ആണ് കിട്ടിയത്. ഓക്കെ, പിന്നെ നമ്മളെ ട്യൂബ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ട്യൂബ്. ഇതിന്റെ ലെങ്ത് ഒക്കെ ഈ ഒരു ചെറിയൊരു ലെങ്ത് ഉള്ളൂ. അപ്പോ എനിക്ക് ഇവിടെ വയർ ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാനിവിടെ ലൈനായിട്ട് ജോയിൻ ചെയ്തതാണ്. ഞാനിത് വാങ്ങുമ്പോ 1800 ആണ് കൊടുത്തത്. അപ്പോ എന്റെ ഉപ്പൊക്കെ ഈ കാശ് കൊടുത്തിട്ട് ട്യൂബ് വാങ്ങിക്കണ്ടപ്പോ വിചാരിച്ച വേറെ എന്തോ വലിയ ട്യൂബ് ആണെന്നാണ്. ഓക്കെ, ഇത് കത്തിച്ചപ്പോ എന്താ പറയാ ഉള്ള ഇതൊക്കെ പോയിട്ടുണ്ട്. അവർക്കറിയില്ലല്ലോ നമ്മള് വീഡിയോ പർപ്പസ് ഇതാണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സ് കാര്യങ്ങളിലേക്ക് പോവാം. ഇത് കണ്ടിട്ട് തന്നെ ഫസ്റ്റ് നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. വിപ്രോ സ്മാർട്ട് ഹോം എന്ന് പറഞ്ഞിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പെയറിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. ഞാനൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്യുന്ന കൂടെ തന്നെ അതിനോട് ആപ്പും ഞാൻ ലൈറ്റും സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ട്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അതിന് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ഇങ്ങനെ കളിക്കുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ അതിന്റെ പെയറിങ് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇവിടെ ആപ്പിൽ നമ്മൾ ആഡ് എന്നുള്ള ബട്ടൺ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടും പെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ലൈറ്റ് ഇവിടെ സ്വിച്ച് ഓൺ ആണെങ്കിൽ വിപ്രോന്റെ നമ്മൾ ഏത് ലൈറ്റ് ആണോ ഉള്ളത് അത് ഇവിടെ കാണിക്കും. പിന്നെ നമ്മളെ വൈഫൈന്റെ സ്വിച്ച് പാസ്വേഡും കാര്യങ്ങളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടത്. ഇതിപ്പോ പെയറിംഗ് ആണ് നടക്കുന്നത്. പെയറിംഗ് കുറച്ചൊരു ടൈം എടുക്കും. വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ടൈമിംഗ് ആണ്. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക 2G നെറ്റിൽ ആയിട്ട് കണക്ട് ചെയ്യുക. ഇതിപ്പോ കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാനിവിടെ ലൈറ്റ് വൈറ്റ് ടു വാം കളർ ഉണ്ട്. വാം കളർ ആക്കിയിട്ടുണ്ട്. ഇനി വാമെന്ന് വൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റോളറിന്റെ ഉള്ളിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ലൈറ്റിന്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റിങ് ഉള്ളത് ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് ലോ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ലോ ലൈറ്റ് ആക്കാം. ഹൈ വേണമെന്നുണ്ടെങ്കിൽ ഹൈ ആയിട്ട് നമ്മൾ ബ്രൈറ്റ്നസ് ഇൻക്രീസും ലോ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ടൈമർ അനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ടൈമർ ഏത് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഷെഡ്യൂള് പ്ലാന് അനുസരിച്ച് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കളർ ആക്കാൻ പറ്റും. ഏത് കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കളർ ചൂസ് ചെയ്ത് കൊടുക്കാം. റെഡോ ഗ്രീനോ ബ്ലൂവോ. ഇതിന്റെ ആ റൗണ്ട് നമ്മൾ ഏത് ഡയറക്ഷനിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡയറക്ഷനിൽ ഇവിടെ പാസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ബ്രൈറ്റ്നസ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതിന്റെ താഴെയുള്ള പാസ്റ്റൽ കളേഴ്സിലേക്ക് ആക്കുന്നുണ്ടെങ്കിൽ ലൈറ്റ് ബ്ലൂവോ ലൈറ്റ് റെഡോ ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ അടുത്ത വരുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സീൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏത് സീനാണോ, നൈറ്റ് വേണോ, റീഡിംഗ് മോഡ് വേണോ, വർക്കിംഗ് മോഡ് വേണോ, അതിൽ നമുക്കിവിടെ ഓരോ ലൈറ്റിൽ നമുക്കിവിടെ സീന് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഏത് മൂഡിലാണോ നമ്മളുള്ള ആ ഒരു മൂഡിനനുസരിച്ച് നമുക്കിവിടെ തീം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സോഫ്റ്റ് ലൈറ്റ് ആണോ, കളർഫുൾ ആണോ, ഇത് വേണമെങ്കിൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡാസ്ലിംഗ് വരുന്നുണ്ട്. ഡാസ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റിന്റെ
ലൈറ്റ് ഇങ്ങനെ മങ്ങി മങ്ങി വേറെ കളറായിട്ട് നമുക്ക് ഇവിടെ ചേഞ്ചസ് ആക്കാൻ പറ്റും. അതിൽ തന്നെ സെറ്റിങ്സ് വരുന്നുണ്ട്, ഫ്ലാഷ് ഉണ്ട്, ബ്രീത്ത് ഉണ്ട്, ലൈറ്റിന്റെ സ്പീഡാണ് അവർ പറയുന്നത്. അതിന്റെ സെറ്റിങ്സ് എത്ര സ്പീഡോ അല്ലെങ്കിൽ ഏത് ലൈറ്റ് വേണമെന്നുണ്ടോ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരെയുണ്ട്. ഇതിൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആപ്പാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ സെറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വരുന്നതാണ് നമുക്ക് ഇവിടെ മ്യൂസിക് സിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. മ്യൂസിക് സിങ്ക് എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മ്യൂസിക് അനുസരിച്ച് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മ്യൂസിക്കിലേക്ക് കിടക്കാം. ഞാൻ ഇവിടെ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. മ്യൂസിക് അനുസരിച്ച് നമ്മളെ ലൈറ്റ് കളറ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇതൊക്കെ അതിന്റെ ബീറ്റ് അനുസരിച്ചാണ് അത് മാറുന്നത്. നമ്മൾ DJ സെറ്റപ്പ് ഒക്കെ ബെഡ്റൂമിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ അതിന്റെ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്, വെതർ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓരോ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ക്രിയേറ്റ് സീൻ, ഓട്ടോമേഷൻ ക്രിയേറ്റ് സീൻ കാണിക്കുന്നുണ്ട്. പിന്നെ ടാപ്പ് ടു റൺ ഉണ്ട്. ടാപ്പ് ടു റൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വെതറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതേ ഉള്ളൂ അതിന്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഗൈസ്, ഞാൻ ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റ് ഞാൻ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫോണിൽ ഞാനിവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഫോണിൽ തന്നെ ഏത് ലൈറ്റ് വേണമെങ്കിലും ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഈ ലൈറ്റ് എനിക്ക് ലൈറ്റ് ഡിം ആക്കണമെങ്കിൽ, രാത്രി ബെഡ്റൂമിലേക്ക് നമുക്ക് ഡിം ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റിന്റെ ബ്രൈറ്റ്നസ് എനിക്ക് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിനു പറയുന്നത്, ഈ ബെഡ്റൂമിൽ ഞാൻ ലൈറ്റ് ഓൺ ആക്കലോ ഓഫ് ആക്കലൊക്കെ ഞാനിപ്പോൾ ഫോൺ ഉപയോഗിച്ചിട്ടാണ്. വീട്ടിൽ കിടക്കുമ്പോഴും ബെഡ്റൂമിലേക്ക് ഒരു ഡിം ഉപയോഗിക്കുന്ന ഈ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഫോണിൽ ഞാൻ അവിടെ രാത്രി കിടക്കാൻ നേരത്ത് ഫോണിൽ ബ്രൈറ്റ്നസ് കുറച്ച് വെക്കും. പിന്നെ രാവിലെ ആയാലും ഞാനത് ഓഫ് ആക്കി വെക്കും. ഈ ലൈറ്റ് ഇഷ്ടപ്പെട്ട് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഫ്യൂച്ചേഴ്സിൽ ഇടുന്ന ഓരോ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക് യു.